കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പിളർന്നു. ഉന്നതാധികാര സമിതി അംഗങ്ങളായ ഡോക്ടർ കെ സി ജോസഫ്, കെ ഫ്രാൻസിസ് ജോർജ്, ആന്റണി രാജു എന്നിവർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ഉൾപാർട്ടി ജനാധിപത്യം തകർത്ത കെ എം മാണിയുമായി സഹകരിക്കാനാകില്ലെന്ന് ആന്റണി രാജു. ജോസ് കെ മാണിയെ മന്ത്രിയാക്കാൻ കെ എം മാണി BJPയുമായി രഹസ്യ ചർച്ച നടത്തിയതായും ആന്റണി രാജു പറഞ്ഞു. കെ എം മാണി പാർട്ടിയെ വാണിജ്യ സ്ഥാപനമാക്കി മാറ്റിയെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. LDFുമായി ചർച്ചകൾ നടന്നിട്ടില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി. വർഗീയത ഉയർത്തുന്ന BJPയുമായി സഖ്യപ്പെടാനുള്ള കെ എം മാണിയുടെ നീക്കം, മന്ത്രിസ്ഥാനത്തിരുന്ന മാണി നടത്തിയ സുതാര്യമല്ലാത്ത പ്രവർത്തനങ്ങൾ, മക്കൾ രാഷ്ട്രീയം, ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് കേരള കോൺഗ്രസ് വിടുന്നതെന്ന പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന ആന്റണി രാജു പറഞ്ഞു. ഫാസിസ്റ്റ് ശക്തികൾക്ക് കേരള കോൺഗ്രസ് പാർട്ടി അടിയറ വയ്ക്കാനുള്ള ശ്രീ കെ എം മാണിയുടെയും ശ്രീ ജോസ് കെ മാണിയുടെയും ആപത്കരമായ നീക്കവുമായി യോജിക്കാൻ കഴിയില്ല. മന്ത്രിസ്ഥാനത്തിരുന്ന് സുതാര്യമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തി പാർട്ടിക്ക് വിശ്വാസ തകർച്ച ഉണ്ടാക്കിയ ശ്രീ കെ എം മാണിയുടെ നേതൃത്വം ഇനി അംഗീകരിക്കാൻ കഴിയില്ല. ഫ്രാൻസിസ് ജോർജും ഡോക്ടർ കെ സി ജോസഫും ഞാനും കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പുനരുജ്ജീവിപ്പിക്കുമെന്നും ഈ മാസം 9-ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്ത ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്നും ആന്റണി രാജു വ്യക്തമാക്കി. PJ ജോസഫ് കെ എം മാണിക്കൊപ്പം അധികകാലം നിൽക്കുമെന്ന് കരുതുന്നില്ല. സീറ്റ് മോഹമല്ല പാർട്ടി വിട്ടതിന്റെ പിന്നിലെന്നും ആന്റണി രാജു ആവർത്തിച്ചു പറഞ്ഞു. മത്സരം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഈ രാജിവെച്ച 3 പേർക്കും സീറ്റ് തന്നുവെന്ന് ഇന്ന് രാവിലെ PJ ജോസഫ് സാർ പോലും പ്രഖ്യാപിച്ചല്ലോ. ആന്റണി രാജുവിന് ഉറപ്പുള്ള സീറ്റുകൾ നൽകും, ഉറച്ച സീറ്റ് നൽകും എന്ന് PJ ജോസഫ് സാർ പറഞ്ഞല്ലോ. കോതമംഗലം, ഫ്രാൻസിസ് ജോർജ്. അപ്പോൾ അതല്ലല്ലോ, സീറ്റ് അല്ലല്ലോ ഞങ്ങളുടെ മുന്നിലുള്ള വിഷയമാണ്. അതേസമയം കേരള കോൺഗ്രസ് പാർട്ടിയെ ഒരു വാണിജ്യ സ്ഥാപനമാക്കി കെ എം മാണി മാറ്റിയെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. ഇതിന് കൂട്ടുനിൽക്കാൻ ആവില്ലെന്നും ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കി. ബാർക്കോഴ കേസ് വന്നപ്പോൾ തന്നെ കെ എം മാണിയോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനുശേഷം പകയോടെയാണ് കെ എം മാണി തങ്ങളെ കണ്ടതെന്നും ഫ്രാൻസിസ് ജോർജ് കൂട്ടിച്ചേർത്തു. ഇന്നിപ്പോൾ ഇതൊരു ഒരു വാണിജ്യ സ്ഥാപനം പോലെ പാർട്ടിയെ ഒരു വാണിജ്യ സ്ഥാപനമാക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവസ്ഥ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാർട്ടി വിട്ടുപോയവരോട് യോജിപ്പില്ലെന്ന് PJ ജോസഫ് വ്യക്തമാക്കി. കേരള കോൺഗ്രസിന്റെ പിളർപ്പ് മുന്നണിയെ ബാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ പിളർപ്പ് ആശയപരമെങ്കിൽ അംഗീകരിക്കുന്നതായി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. കേരള കോൺഗ്രസ് MLA പിളർപ്പിനോടുള്ള വിവിധ നേതാക്കളുടെ പ്രതികരണം ഇങ്ങനെ. പാർട്ടി വിട്ടുപോയവരോട് യോജിപ്പില്ലെന്നാണ് PJ ജോസഫിന്റെ പ്രതികരണം. താൻ പാർട്ടി വിടില്ലെന്നും ജോസഫ് പറഞ്ഞു. അത് നിർഭാഗ്യകരമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാർട്ടി തുടരേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, പാർട്ടിയിൽ വിട്ടുപോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കേരള കോൺഗ്രസിലെ പിളർപ്പ് മുന്നണിയെ ബാധിക്കില്ലെന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോഴിക്കോട് പ്രതികരിച്ചത്. ഏതെങ്കിലും വ്യക്തികൾ പോകുന്നത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമാകുന്നില്ല. പാർട്ടിയിൽ പിളർപ്പില്ലെന്നും പുറത്തുപോയവർ ഉന്നയിച്ചത് ദുരാരോപണങ്ങളാണെന്നും കേരള കോൺഗ്രസ് നേതാവ് ജോയി എബ്രഹാം പ്രതികരിച്ചു. കേരള കോൺഗ്രസിന്റെ പിളർപ്പ് ആശയപരമെങ്കിൽ അംഗീകരിക്കുന്നതായി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. BJPക്കും കോൺഗ്രസിനുമെതിരെ അവർ നിലപാടെടുക്കട്ടെയെന്നും കോടിയേരി പ്രതികരിച്ചു. ഈ പിളർപ്പ് ആശയപരമാണെങ്കിൽ അത് സ്വാഗതാർഹമാണ്. BJPക്കും UDFനുമെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ അത് കേരളത്തിലെ UDFന്റെയും BJPയുടെയും എതിരായിട്ടുള്ള മുന്നേറ്റത്തിന് സഹായകരമായിരിക്കും. ന്യൂസ് ഡെസ്ക്. 28 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഇന്ന് മോചിതനായ കനയ്യകുമാർ JNU ക്യാമ്പസിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയാണ്. തത്സമയം വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നു. മനു, എത്രത്തോളം വലിയൊരു വിദ്യാർത്ഥി സദസ്സാണ് ഈ സമയത്തും കനയ്യകുമാറിനെ ശ്രവിക്കാൻ ക്യാമ്പസിലുള്ളത്? വിവരങ്ങളിലേക്ക് മനു. कि वो आपका भाई है या फिर इस देश के अंदर जो करोड़ों किसान आत्महत्या कर रहे हैं, जो रोटी उगाते हैं हमारे लिए और उन नौजवानों के लिए जो उस नौजवान के पिता भी हैं, उसके बारे में तुम क्या कहना चाहते हो? ये उस देश के शहीद हैं। पूछना चाहते हैं कि जो किसान खेत में काम करता है, मेरा बाप, मेरा ही भाई फौज में भी जाता है. മനു തത്സമയം ചേരുന്നു. വിവരങ്ങളുമായി മനു തത്സമയം ചേരുന്നു. മനു,
രശ്മി, വലിയ രീതിയിലുള്ള പിന്തുണയാണ് കന്യാകുമാറിന് ഇപ്പോൾ JNU വിദ്യാർത്ഥികൾ നൽകുന്നത്. കന്യാകുമാർ ഇപ്പോൾ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ വ്യാജ വീഡിയോയിൽ തനിക്കെതിരെയും മറ്റു JNU വിദ്യാർത്ഥികൾക്കെതിരെയും ചുമത്തിയിരിക്കുന്ന കേസുകൾ മുൻനിർത്തിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രസംഗമാണ് JNU പോലുള്ള വലിയ സർവകലാശാലകളെ ഭിന്നിപ്പിച്ച് വലിയ രീതിയിലുള്ള ഒരു കാവ്യവൽക്കരണം നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ സർവകലാശാലകളെ മുഴുവനായി ഇല്ലാതാക്കുക, ഇത്തരത്തിൽ സർവകലാശാലകളും വിദ്യാർത്ഥികളും കേന്ദ്രീകരിച്ചുകൊണ്ട് കനയ്യകുമാർ ക്യാമ്പസിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും മനുശങ്കർ നൽകിയ റിപ്പോർട്ടുമാണ് ഇപ്പോൾ കേട്ടത്. മറ്റു വാർത്തകളിലേക്ക്. ലീഗ് 20 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ മത്സരിക്കും. അബ്ദുറഹ്മാൻ രണ്ടത്താണി താനൂരും P ഉബൈദുള്ള മലപ്പുറത്തും മത്സരിക്കും. 4 സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് നൽകിയിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ വിജയിച്ച 20 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ലീഗ് അധ്യക്ഷൻ ഹൈദരലി തങ്ങൾ പ്രഖ്യാപിച്ചത്. നിലവിലെ 5 മന്ത്രിമാരും സിറ്റിംഗ് സീറ്റിൽ തന്നെ ജനവിധി തേടും. PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിലും PK അബ്ദുറബ്ബ് തിരൂരങ്ങാടിയിലും MK മുനീർ കോഴിക്കോട് സൗത്തിലും ഇബ്രാഹിം കുഞ്ഞ് കളമശ്ശേരിയിലും മഞ്ഞളാംകുഴി അലി പെരിന്തൽമണ്ണയിലും വീണ്ടും മത്സരിക്കും. നിലവിലെ MLA-മാരായ അബ്ദുസമദ് സമദാനിയും മുഹമ്മദ് ഉണ്ണി ഹാജിയും KNA ഖാദറും പട്ടികയിലില്ല. സമദാനി മത്സരിക്കാനില്ലെന്ന് നേരത്തെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. വള്ളിക്കുന്നിൽ P ഹമീദ് മാസ്റ്ററും കോട്ടക്കലിൽ ആബിദ് ഹുസൈൻ തങ്ങളും കൊണ്ടോട്ടിയിൽ TV ഇബ്രാഹിമും കൊടുവള്ളിയിൽ MA റസാഖ് മാസ്റ്ററുമാണ് ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിലെ പുതുമുഖങ്ങൾ. താനൂരിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി, മണ്ണാർക്കാട് N ഷംസുദ്ദീൻ, മലപ്പുറം P ഉബൈദുള്ള, മഞ്ചേരി അഡ്വക്കേറ്റ് M ഉമ്മർ, ഏറനാട് PK ബഷീർ, മങ്കട TA അഹമ്മദ് കബീർ, കാസർകോട് NA നെല്ലിക്കുന്ന്, തിരുവമ്പാടി ഉമർ മാസ്റ്റർ, അഴീക്കോട് KM ഷാജി, മഞ്ചേശ്വരം അബ്ദുൾ റസാഖ് എന്നിവർ വീണ്ടും സ്ഥാനാർത്ഥികളായി. മുസ്ലിം ലീഗ് പരാജയപ്പെട്ട ഇരവിപുരം, ഗുരുവായൂർ, നാദാപുരം, കുന്നമംഗലം സീറ്റുകളിലെ സ്ഥാനാർത്ഥികളായില്ല. മണ്ഡലങ്ങൾ മാറുന്നത് സംബന്ധിച്ച ചർച്ചകൾ പൂർത്തിയായ ശേഷമാവും ഈ സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. KT സ്വാലിഹ്, മലപ്പുറം. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ കോൺഗ്രസിനുള്ളിൽ ചേരിപ്പോര് തുടങ്ങി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 15,000 വോട്ടിന് മുകളിൽ പരാജയപ്പെട്ടവരെ ഇത്തവണ മത്സരിപ്പിക്കേണ്ട എന്ന് കാട്ടി ഒരു വിഭാഗം നേതാക്കൾ KPCCക്ക് പരാതി നൽകി. ഇത്തരത്തിൽ DCC പ്രസിഡന്റ് അടക്കം 4 പേരാണ് മത്സരരംഗത്തുള്ളത്. ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസിന്റെ 35-അംഗ പുതിയ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നതോടെ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികൾക്കിടയിൽ പ്രതിഷേധം ശക്തമാകുന്നു. കോൺഗ്രസ് നേതാക്കളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 15,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇത്തവണ മത്സരിപ്പിക്കാൻ പാടില്ല എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ DCC പ്രസിഡന്റ് A ഷുക്കൂറിനും ജോൺസൺ എബ്രഹാമിനും M ലിജുവിനും അഡ്വക്കേറ്റ് PJ മാത്യുവിനും ഇത്തവണ മത്സരിക്കാൻ കഴിയില്ല. സംസ്ഥാനത്ത് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ മാത്രം മത്സരിച്ചാൽ മതിയെന്നാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥികൾക്ക് വിജയപാത ഒരുക്കിയ ഇവരെ മാറ്റി നിർത്തേണ്ടി വരും. ഇത് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ നേതൃത്വത്തിന് കത്ത് നൽകി കഴിഞ്ഞു. ജില്ലയിലെ 9 മണ്ഡലത്തിൽ 6 മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തിരയുന്നത്. ഇതിൽ ഹരിപ്പാട് രമേശ് ചെന്നിത്തലയും ചെങ്ങന്നൂരിൽ PC വിഷ്ണുനാഥിൻ്റെയും സിറ്റിംഗ് സീറ്റുകളാണ്. കുട്ടനാടാകട്ടെ KM മാണിയുടെ സീറ്റും. അങ്ങനെ വരുമ്പോൾ 35-ൽ 6 പേർക്ക് മാത്രമാവും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാൻ കഴിയുക. മാവേലിക്കര സംവരണ മണ്ഡലത്തിൽ JSS നേതാവായ KK ഷാജു ആണ് മത്സരിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് വാദം. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റിയ യോഗ്യരായ സ്ഥാനാർത്ഥികൾ ഷാജു എല്ലാ കാലത്തും UDF-നകത്ത് കോൺഗ്രസ് ഒരു ലൈസൻസിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഒരു സീറ്റ് കൂടി നഷ്ടമാകും. എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് മുൻതൂക്കമുള്ള ആലപ്പുഴ ജില്ലയിൽ I ഗ്രൂപ്പിന്റെ നേതാക്കൾ തന്നെയാവും കൂടുതലായി ഇത്തവണയും മത്സരരംഗത്തുണ്ടാകുക. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികളെ അംഗീകരിക്കില്ലെന്ന് കൊല്ലം DCC പ്രസിഡന്റ് എഴുകോൺ സത്യശീലൻ. കൊല്ലം സ്വദേശികളെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് തന്റെ നിലപാടെന്നും എഴുകോൺ സത്യശീലൻ വ്യക്തമാക്കി. അതേസമയം പത്തനാപുരത്ത് വരത്തന്മാരെ വേണ്ടെന്നും ഇരവിപുരത്ത് RSPക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ലീഗിന് കിട്ടില്ലെന്ന മുന്നറിയിപ്പുമായി ജില്ലയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കാൻ ലക്ഷ്യമിടുന്ന 8 മണ്ഡലങ്ങളിലും കൊല്ലം സ്വദേശികളെ മത്സരിപ്പിക്കണമെന്ന നിലപാടിലുറച്ച് കൊല്ലം DCC നേതൃത്വം. പുറമേ നിന്നുള്ളവരെ കെട്ടിയിറക്കാൻ ശ്രമിച്ചാൽ അംഗീകരിക്കില്ലെന്ന് സ്ഥാനമൊഴിയുന്ന DCC അധ്യക്ഷൻ എഴുകോൺ സത്യശീലൻ മുന്നറിയിപ്പ് നൽകി. 8 സീറ്റ് കോൺഗ്രസിന് തന്നെ നിലനിർത്താനും അത് ജില്ലയിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ കൊണ്ട് തന്നെ മത്സരിപ്പിക്കാനും കഴിയണം എന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. പുറത്തുനിന്നുള്ള കോൺഗ്രസിലും പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികൾ ഇറക്കം കൊണ്ടുവരാതെ ഇവിടെയുള്ളവരെ തന്നെ സെലക്ട് ചെയ്ത് പോകണമെന്നും
ശക്തമായ അഭിപ്രായം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനുണ്ട്. പത്തനാപുരത്ത് വരുത്തന്മാരെ വേണ്ടെന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസിന്റെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഗണേഷ് കുമാറിനെതിരെ ജഗദീശനെ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന് കാരണം. അതേസമയം ഇരവിപുരത്ത് RSPക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കാൻ ലീഗിനെയും കിട്ടില്ലെന്ന് മുന്നറിയിപ്പുമായി ഇരവിപുരത്തും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. തിരഞ്ഞെടുപ്പിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ നേതൃത്വം നൽകുമെന്ന് MM ഹസൻ. എന്നാൽ നേതൃത്വം നൽകുന്ന ആൾ തന്നെ മുഖ്യമന്ത്രിയാകണമെന്നില്ലെന്നും ഹസൻ പറഞ്ഞു. താൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ വിവരം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ഹസൻ പറഞ്ഞു. പാർട്ടി പറയുന്ന എവിടെയും മത്സരിക്കാൻ തയ്യാറാണെങ്കിലും തിരുവനന്തപുരത്ത് മത്സരിക്കാനാണ് തനിക്ക് താല്പര്യം. പത്തനാപുരത്ത് ജഗദീഷിന്റെ പേര് ലിസ്റ്റിൽ ഉണ്ടെന്നും എന്നാൽ അരൂരിൽ ഉയർന്നു കേട്ട സിദ്ദിഖിന്റെ പേര് ലിസ്റ്റിൽ ഇല്ലെന്നും MM ഹസൻ കൊച്ചിയിൽ വ്യക്തമാക്കി. ഭരണ തുടർച്ചയ്ക്കുള്ള ഞങ്ങളുടെ മുദ്രാവാക്യം എന്താണ്? വികസന തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള ഭരണ തുടർച്ച. ആ വികസന നായകനാണ് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ നയിക്കുന്നത്. അതിലൊരു തർക്കവുമില്ല. സംശയം എന്താ? അത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പക്ഷേ ആരാണ് നയിക്കുന്ന ആള് മുഖ്യമന്ത്രി ആയിക്കോളുന്നുണ്ടോ? അതൊക്കെ ഇത് കഴിഞ്ഞ് തീരുമാനിക്കപ്പെടുന്നത്. മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു, എവിടെയാണെന്നുള്ളതൊക്കെ പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്. മത്സരിക്കാനുള്ള എൻ്റെ ആഗ്രഹമുണ്ട്, അത് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. എനിക്ക് എവിടെയും മത്സരിക്കാൻ താല്പര്യമാണ്. ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, കർമ്മരംഗം. അവിടെ തിരുവനന്തപുരം ജില്ലയിൽ മത്സരിക്കാനാണ് ആഗ്രഹം എന്ന് ഞാൻ പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്. സാധ്യതാ ലിസ്റ്റിൽ അവരുടെ ജഗദീഷിന്റെ പേരേ ഉള്ളൂ, മറ്റേ പേരൊന്നും ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോ ഈ ജഗദീഷിന്റെ കാര്യം മാത്രമേ എനിക്കറിയാവൂ. സിദ്ദീഖിന്റെ കാര്യം പത്രത്തിൽ വായിച്ചുള്ളതാണ്. O രാജഗോപാലിനെ നേമത്ത് മത്സരിപ്പിക്കാൻ BJP RSS നേതാക്കന്മാരുടെ യോഗത്തിൽ ധാരണയായി. കുമ്മനം രാജശേഖരനെ നേമത്ത് പരിഗണിക്കുന്നതായുള്ള വാർത്തകളെ തുടർന്ന് താൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറുകയാണെന്ന് പരസ്യമായി പറഞ്ഞ രാജഗോപാലിനെ RSS നേതൃത്വം ഇടപെട്ടാണ് സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. മറ്റ് മുതിർന്ന നേതാക്കൾ മത്സരിക്കേണ്ട സീറ്റുകൾ ഏതെന്നും ധാരണയായിട്ടുണ്ട്. ഇന്ന് ചേർന്ന RSS BJP നേതാക്കളുടെ യോഗത്തിലാണ് O രാജഗോപാലിനെ നേമത്ത് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. കുമ്മനം രാജശേഖരനെ നേമത്തേക്ക് പരിഗണിക്കുന്നു എന്ന വാർത്തകളെ തുടർന്ന് അസംതൃപ്തനായിരുന്ന രാജഗോപാലിനെ RSS നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് നേമത്ത് മത്സരിപ്പിക്കാൻ തയ്യാറായത്. കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്തോ വട്ടിയൂർക്കാവിലോ മത്സരിക്കും. V മുരളീധരൻ കഴക്കൂട്ടത്തും മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ PK കൃഷ്ണദാസ് കാട്ടാക്കടയിലും PS ശ്രീധരൻപിള്ള ചെങ്ങന്നൂരിലും CK പത്മനാഭൻ കുന്നമംഗലത്തും മത്സരിക്കും. ശോഭാ സുരേന്ദ്രൻ പാലക്കാടും K സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും KP ശ്രീശൻ കോഴിക്കോട് നോർത്തിലും മത്സരിച്ചേക്കും. AN രാധാകൃഷ്ണൻ കയ്പമംഗലം മണലൂർ എന്നിവയിൽ ഏതിൽ നിന്നെങ്കിലും ജനവിധി തേടും. MD രമേശ് ആറന്മുളയിലോ കോഴിക്കോട് നോർത്തിലോ മത്സരിക്കാനാണ് സാധ്യത. 5-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. BDJS NDAയുടെ ഭാഗമായി കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി JP നഡ്ഡ, BDJS ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് സഖ്യം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ഉപാധികളില്ലാതെയാണ് BDJS NDA സഖ്യകക്ഷിയായതെന്ന് JP നഡ്ഡ പറഞ്ഞു. BJP ദേശീയ നേതൃത്വത്തിന്റെ ആശീർവാദത്തോടെ രൂപീകരിച്ച വെള്ളാപ്പള്ളി നടേശന്റെ ഭാരതീയ ധർമ്മജനസേന ഔദ്യോഗികമായി NDAയുടെ ഭാഗമായി. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, വെള്ളാപ്പള്ളി നടേശൻ, തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ പങ്കെടുത്ത ചർച്ചയിലെ തീരുമാനം കേരളത്തിന് ചുമതലയുള്ള കേന്ദ്രമന്ത്രി JP നഡ്ഡ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഉപാധികളില്ലാതെയാണ് BDJS NDAയുടെ ഭാഗമായതെന്ന് JP നഡ്ഡയും തുഷാർ വെള്ളാപ്പള്ളിയും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. BDJS has joined us unconditionally. There is no condition. It is the nationalist forces who have come together for a very noble cause and for the development of Kerala. Because we are joining unconditional. SNDPയുമായി BDJSന് ബന്ധമില്ലെന്നും സ്വതന്ത്ര പാർട്ടിയാണെന്നും തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കി. രാജൻ ബാബു ആവശ്യപ്പെട്ടാൽ BDJS സീറ്റ് നൽകുമെന്നും തുഷാർ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകി. അദ്ദേഹം BDJSന്റെ നിയമാവലി ഉണ്ടാക്കാനും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിക്കെതിരെ കേസുണ്ടായപ്പോൾ അതിനുവേണ്ടി വക്കീലായി വന്നെന്നുള്ളതല്ലാതെ അത് വേറെ പല രീതിയിൽ വ്യാഖ്യാനിക്കുകയുണ്ട്. അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ സീറ്റ് കൊടുക്കും. എത്ര സീറ്റുകൾ BDJSന് നൽകുമെന്ന കാര്യത്തിൽ BJP ദേശീയ നേതൃത്വം ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. M സന്തോഷ്, ദില്ലീപ്. AN ഷംസീറിനെ DYFIയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. M സ്വരാജ സെക്രട്ടറിയായി തുടരും. സമ്മേളനത്തിന് സമാപനം കുറിച്ച് 10,000 അണിനിരന്ന ഉജ്ജ്വല റാലി നടന്നു. 90 അംഗ സംസ്ഥാന കമ്മിറ്റിയെയും 25 അംഗ സെക്രട്ടേറിയറ്റിനെയുമാണ് സമ്മേളനം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തത്. 20% മുകളിൽ വനിതകളുള്ള കമ്മിറ്റിയിൽ 42 പുതുമുഖങ്ങളുണ്ട്. AN ഷംസീറിനെ പ്രസിഡന്റായും P ബിജുവിനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. M സ്വരാജ് സെക്രട്ടറിയായി തുടരും. DYFI 13ാം സംസ്ഥാന സമ്മേളനം സമാപിക്കാൻ പോവുകയാണ്.
സമ്മേളനത്തിൻ്റെ സമാപന ദിവസമായ ഇന്ന് പുതിയ സംസ്ഥാന കമ്മിറ്റിയെയും അതിൻ്റെ ഭാരവാഹികളെയും സമ്മേളനം ഏകകണ്ഠമായി തിരഞ്ഞെടുക്കുകയുണ്ടായി. 90 അംഗങ്ങളുള്ള ഒരു സംസ്ഥാന കമ്മിറ്റിയാണ് പുതുതായി DYFIക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 25 അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാന ഭാരവാഹികളെ, സമ്മേളനം തിരഞ്ഞെടുത്ത ഭാരവാഹികളെ അറിയിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി സഖാവ് AN ഷംസീറിനെയും, സെക്രട്ടറിയായി M സ്വരാജിനെയും, ട്രഷററായി P ബിജുവിനെയും സമ്മേളനം തിരഞ്ഞെടുത്തു. കേരളത്തിലെ UDF സർക്കാരിനെ താഴെയിറക്കാൻ യുവജനങ്ങളോട് സമ്മേളനം ആഹ്വാനം ചെയ്തു. പരിസ്ഥിതി സന്നദ്ധ പ്രവർത്തനങ്ങളിൽ DYFI കൂടുതൽ ഊർജ്ജത്തോടെ ഇടപെടും. മൂന്നാം ലിംഗക്കാരുടെയും ദളിതരുടെയും പ്രശ്നങ്ങളിൽ സജീവമാകും. കാർഷിക മേഖലയിലും യുവാക്കളെ അണിനിരത്താനുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും രൂപീകരിച്ചിട്ടുണ്ട്. 19 പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു. കേരളത്തിലെ യുവജന മുന്നേറ്റത്തിന് പുതിയ ആവേശം പകർന്നാണ് 13ാമത് DYFI സംസ്ഥാന സമ്മേളനം കൊടിയിറങ്ങുന്നത്. തിരൂരിൽ നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താമര വിരിയുമെന്നുള്ളത് ദിവാസ്വപ്നം മാത്രമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. DYFI സംസ്ഥാന സമ്മേളന സമാപനത്തിന്റെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കോടിയേരി. ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ സമ്പൂർണ്ണമായി അവഗണിച്ചിരിക്കുകയാണ് ചെയ്തത്. കേന്ദ്രത്തിലെ ബഡ്ജറ്റ് നോക്കിയാൽ, റെയിൽവേ ബഡ്ജറ്റ് നോക്കിയാൽ കേരളം ഇന്ത്യയിലാണ് എന്ന് തോന്നുകയില്ല. അതാണ് BJP ഗവൺമെന്റ് കേരളത്തോട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനമെന്ന് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞില്ലേ? ഈ BJPക്കെതിരായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെടുത്തത്. BJP ഇപ്പോൾ പ്രഖ്യാപിച്ച് നടക്കുന്നത് അക്കൗണ്ട് തുറക്കും എന്നാണ്. മുമ്പും അവർ പറയാറുണ്ട് അക്കൗണ്ട് തുറക്കും. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഈ കേരള നിയമസഭയിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ ഇത്തവണയും അനുവദിക്കാൻ പോകുന്നില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. കേരള നിയമസഭയിൽ താമര വിരിയാൻ പോകുന്നില്ല. അത് ദിവാസ്വപ്നമാണ്. ആരെയെല്ലാം കൂടെ കൂട്ടിയാലും ഈ കേരളത്തിലെ മതനിരപേക്ഷ ബോധമുള്ള ജനങ്ങൾ അത് അനുവദിക്കാൻ പോകുന്നില്ല. കേരള സർക്കാരിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പിലാക്കാത്തതിന് കേരള ജനതയോട് കോൺഗ്രസിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന് മോദി ലോക്സഭയിൽ പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ അപകർഷതാബോധം കാരണമാണ് പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നത്. അതേസമയം JNU രോഹിത് വെമുല വിഷയങ്ങളെക്കുറിച്ച് മോദിക്ക് മൗനം. ആധാറിന് നിയമപരിരക്ഷ നൽകുന്ന ബില്ല് പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചു. കോഴിക്കോട് സർവകലാശാലയിൽ പ്യൂൺ വാച്ചർ നിയമനങ്ങൾ തടഞ്ഞു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് നിയമനങ്ങൾ തടഞ്ഞത്. നിയമനങ്ങൾ PSCക്ക് വിട്ടിട്ടും പിൻവാതിൽ നിയമനം നടത്തിയതിനെതിരെ ഉദ്യോഗാർത്ഥികൾ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. ക്ലിഫ് ഹൌസ് ഉപരോധത്തിനെതിരെ രംഗത്തെത്തിയ സന്ധ്യയ്ക്ക് രഹസ്യ നിയമനം. സർക്കാരിന്റെ പ്രത്യുപകാരമായാണ് സന്ധ്യയ്ക്ക് വഴിവിട്ട നിയമനം നൽകുന്നത്. സ്പോർട്സ് കൌൺസിലിൽ അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലാണ് സന്ധ്യയ്ക്ക് രഹസ്യ നിയമനം നൽകുന്നത്. തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം P ജയരാജനെ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. കൊച്ചുവേളിയിൽ നിന്നും ഗരീബ് രഥ എക്സ്പ്രസിലാണ് ജയരാജനെ തുടർ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. റോഡ് മാർഗം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് ഏറെ വിവാദമായതിനെ തുടർന്നാണ് തിരികെ ജയരാജനെ ട്രെയിനിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. ലഷ്കർ ബന്ധം ആരോപിച്ച് ഗുജറാത്തിൽ വെടിവെച്ച് കൊന്ന ഇസ്രത്ത് ജഹാൻ തീവ്രവാദിയല്ലെന്ന് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന IPS ഓഫീസർ സതീഷ് വർമ്മ. ഇസ്രത്തിനെ അന്യായമായി തടങ്കലിൽ വെച്ച് പിന്നീട് വെടിവെച്ച് കൊല്ലുകയായിരുന്നുവെന്നും സതീഷ് വർമ്മ പറഞ്ഞു. That this was a controlled operation of the IB, where some people came here, they were caught, they were clubbed with Javed and Ishrat and killed in cold blood. Now this may be a brilliant operation, one, but then this is also a fake encounter. So both are true. It was a brilliant operation. The evidence in the investigation, and it is part of the report of the SIT and also of the report submitted by the CBI to the Honorable High Court of Gujarat, and it says this, that after very laborious investigation on the subject, there is no material to indicate that Ishrat could have been a Lashkar-e-Toiba operative, much less a suicide bomber or a Fidai.